കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഇൻസെന്റീവ് വർധനവും മറ്റ് ആനുകൂല്യങ്ങളും ഉടനടി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ആശാ വർക്കർമാർ എന്ന NHM ഓഫീസിലേക്ക് മാർച്ച് നടത്തും. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവരുന്ന രാപകൽ സമരത്തിന്റെ 193-ാം ദിവസമാണ് പ്രതിഷേധ മാർച്ച് നടക്കുന്നത്. ആശമാർക്ക് വിവിധ പരിശീലനങ്ങളും പരിപാടികളും പ്രഖ്യാപിച്ച സമരം പൊളിക്കൽ ശ്രമം മുമ്പത്തെ പോലെ തന്നെ സർക്കാർ തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ദേവിക ചന്ദ്രൻ ചേരുന്നുണ്ട്. ദേവിക, ഏതായാലും സമരവുമായി മുന്നോട്ട് പോവുകയാണ്. കേന്ദ്രം അനുവദിച്ച ഇൻസെന്റീവും കാര്യങ്ങളുമൊക്കെ എത്രയും പെട്ടെന്ന് തങ്ങൾക്ക് നൽകണമെന്നാണ് ആശമാരുടെ ആവശ്യം. എന്നാൽ ഇതിനെ പൊളിക്കാനുള്ള ശ്രമം സർക്കാർ മറുവശത്ത് നടത്തുന്നുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഓണറേറിയം വർധനവ് നൽകുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക എന്നിങ്ങനെയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ആശാപ്രവർത്തകർ കഴിഞ്ഞ ഫെബ്രുവരി 10-ാം തീയതി ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ ഇങ്ങനെ സമരം ആരംഭിച്ചത്. ഇന്ന് 193-ാമത്തെ ദിവസത്തിലെത്തി നിൽക്കുകയാണ്. നമ്മളോടൊപ്പം പാലക്കാട് നിന്നുള്ള ആശാപ്രവർത്തകയായ ബിന്ദു രാധാകൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. ചേച്ചി, ഓണക്കാലമാണ് വരുന്നത്. ഈ ഓണക്കാലവും ഈ സമരപ്പന്തലിൽ തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു. മിക്കവാറും ഈ ഓണക്കാലം ഈ സമരപന്തലിൽ തന്നെ ആവാനാണ് സാധ്യത. കാരണം നമ്മുടെ സർക്കാർ നമ്മുടെ നേരെ ഇതുവരെ കണ്ണു തുറക്കുന്ന ലക്ഷണമില്ല. ഞങ്ങൾ കുറെ ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ഞങ്ങൾക്ക് വെറും തുച്ഛമായ 7000 രൂപയ്ക്കാണ് ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് പുറമെ വേറൊരു ജോലി ചെയ്യാൻ പാടില്ല. ഒരു ജോലി ചെയ്യാൻ പറ്റില്ല. എപ്പോൾ വിളിച്ചാലും നമ്മൾ അവിടെ എത്തണം. രാത്രിന്നോ പകലെന്നോ ഇല്ല, ഏരിയന്ന് വിളിച്ചാൽ നമ്മൾ അവിടെ എത്തണം. അതുപോലെ ഇവർ പറയുന്ന എല്ലാ ഡ്യൂട്ടികളും നമ്മൾ ചെയ്യേണ്ടാത്ത ഡ്യൂട്ടികൾ പോലും നമ്മൾ ചെയ്യുന്നുണ്ട്. ആശമാർക്ക് ചെയ്യേണ്ടത് ശരിക്കും മാതൃശിശു സംരക്ഷണമാണ് പ്രധാനമായും ചെയ്യേണ്ട ജോലി. അതിന് പുറമെ നമ്മൾ ഒരുപാട് ജോലികൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്യില്ല എന്ന് പറയുന്നില്ല, ചെയ്യാം. പക്ഷേ ഈ 7000 രൂപ കൊണ്ട് ഒരു വീട് എങ്ങനെ പുലർന്നു പോകാനാണ്? ഈ 7000 രൂപയിൽ നിന്ന് ഞങ്ങൾക്ക് കൂട്ടിത്തരണം. 21,000 രൂപ ഓണറേറിയം ആക്കണം എന്നുള്ളത് ഞങ്ങളുടെ അവകാശമാണ്. കാരണം ഞങ്ങൾ അത്രത്തോളം ജോലി ചെയ്യുന്നുണ്ട്. അവർക്ക് അന്വേഷിച്ചാൽ അറിയാൻ കഴിയും. ഇന്ന് ഏതൊരു കാര്യം എടുക്കണമെങ്കിലും ആശമാരോടാണ് അവർ ചോദിക്കാറുള്ളത്. സർക്കാരിന് എന്ത് കാര്യം അറിയണമെങ്കിലും ആശമാരെയാണ് ആശ്രയിക്കാറുള്ളത്. ആശമാരാണ് അതിന്റെ ഫുൾ ഡീറ്റെയിൽസും റിപ്പോർട്ടും കൊടുക്കാറുള്ളത്. അത് വെച്ചിട്ടാണ് സർക്കാർ ഓരോ കാര്യങ്ങൾ നീക്കുന്നത്. അപ്പൊ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു വേതനം ആവശ്യപ്പെടാനുള്ള അവകാശമില്ലേ? അപ്പൊ നമുക്ക് ആ വേതനം കിട്ടണം. നമ്മളെ തൊഴിലാളികളായിട്ട് അംഗീകരിക്കണം. തൊഴിലാളി പക്ഷെ സർക്കാരാണ്, പക്ഷെ നമ്മളെ അങ്ങനെ അംഗീകരിച്ചിട്ടില്ല. ഈ ആശമാരെ എന്തുകൊണ്ട് തൊഴിലാളികളായിട്ട് അംഗീകരിക്കുന്നില്ല? നമ്മൾ അവകാശപ്പെട്ട പൈസ ചോദിക്കുന്നുള്ളൂ. നമുക്ക് വിരമിക്കൽ ആനുകൂല്യം തരണം എന്ന് പറയുന്നത് ഒരു അവകാശമല്ലേ? ഞങ്ങളും തൊഴിലാളികളല്ലേ? ഞങ്ങൾ തൊഴിലെടുക്കുന്നില്ലേ? അപ്പൊ ഞങ്ങൾക്ക് അത് ചോദിക്കാനുള്ള അവകാശമില്ലേ? അതുപോലെ തന്നെ ഇൻസെന്റീവ് ഞങ്ങളെ പല ആശമാർക്കും ഏതെല്ലാം ഇൻസെന്റീവ് കിട്ടുന്നുണ്ട്, അതിന് അർഹതയുണ്ടെന്നുള്ളത് പല ആശമാർക്കും അറിയില്ല. അപ്പൊ ഒരുപാട് അങ്ങനെ ഇതിൽ തിരിമറികൾ നടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പോലും എനിക്കിപ്പോ ഇന്നലെ മിനിങ്ങാന്നൊരു ആശ വിളിച്ചു പറഞ്ഞു അവർക്ക് പല രീതിയിലായിട്ട് 7000-ഓളം രൂപ ഇൻസെന്റീവ് തന്നെ ലഭിക്കുന്നുണ്ടെന്ന്. അതുപോലും അറിയാത്ത ആശമാരുണ്ട്. അപ്പൊ എല്ലാ അവകാശങ്ങളും ഞങ്ങൾക്കും അർഹതപ്പെട്ടതാണ്. അപ്പൊ ഞങ്ങളിപ്പോ 6 മാസത്തോളമായി. ഫെബ്രുവരി 10-ാം തീയതി തുടങ്ങിയ സമരമാണ്. സർക്കാർ ഇതുവരെ ഞങ്ങളെ നേരെ കണ്ണു തുറന്നിട്ടില്ല. ഈ പെണ്ണുങ്ങള് ഈ സ്ത്രീകളായതുകൊണ്ടല്ലേ, സ്ത്രീകളുടെ സമരം ആയതുകൊണ്ടാണ് സർക്കാർ ഇതിന് നേരെ കണ്ണടയ്ക്കുന്നതെന്നാണ്. ഈ അവകാശങ്ങൾ നേടിയെടുക്കും വരെ സമരം തുടരാൻ തന്നെയാണ് അങ്ങനെയാണ് നിലവിലുള്ള തീരുമാനം. കാരണം നമുക്കും ജീവിക്കണം. എല്ലാ മനുഷ്യരെയും പോലെ നല്ല രീതിയിൽ ജീവിക്കാനുള്ള അവകാശം ഞങ്ങൾക്കും ഉണ്ട്. അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ അതിനുള്ള വേതനം ഞങ്ങൾക്ക് കിട്ടണം. വിരമിക്കൽ ആനുകൂല്യം കിട്ടണം. എടുത്തു മാറ്റിയ മാനദണ്ഡങ്ങൾ ഇൻസെന്റീവിലൂടെ തിരിച്ചു വന്നു. അത് മാറ്റി അത് തന്നെയാണ് ശ്രീ കാർത്തിക അവർക്ക് പറയാനുള്ളത്. ഓണക്കാലമാണ് വരുന്നത്. അനന്തപുരിയുടെ തന്നെ ഏറ്റവും വലിയ ആഘോഷമായ ആറ്റുകാൽ പൊങ്കാലയൊക്കെ ഈ സമരപ്പന്തലിൽ തന്നെയാണ് ഈ ആശാപ്രവർത്തകർ ആഘോഷിച്ചത്. ഈ 193 ദിവസമായി ഇവരിങ്ങനെ സമരം തുടരുകയാണ്. 45 ദിവസം നീണ്ട ഈ സമരയാത്ര, മുടിമുറിക്കൽ സമരം, അങ്ങനെ അനേകം സമരങ്ങൾ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇന്നും ഈ പരിശീലന പരിപാടി ഈ NHM പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനെല്ലാം അതിജീവിച്ച് ഈ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. ശ്രീ കാർത്തിക. അതെ ദേവിക, ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം. അതുതന്നെയാണ് അവരുടെ നിലപാട്. ഏതായാലും ആശാ വർക്കർമാർ എന്ന നാഷണൽ ഹെൽത്ത് മിഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ദേവികയാണ് തിരുവനന്തപുരത്തു നിന്നും വിവരങ്ങൾ നൽകിയത്.